ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കോക്ടെയിലിൻ്റെ റെസിപ്പിയാണ്. കണ്ണൂർ കോക്ടെയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ക്യാരറ്റ് വേണം. ഞാനൊരു വലിയ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതിന് ശേഷം വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്ത ക്യാരറ്റാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പപ്പായയാണ്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള പപ്പായയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതും തൊലി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് പാല് വേണം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല തണുത്ത പാല് വേണം. അതേപോലെ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കണം. കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, റൈസൻസ് വേണം, അതേപോലെ കോൺഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ പോമഗ്രാനൈറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഐസ്ക്രീം വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഐസ്ക്രീം ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഇവിടെ 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അവസാനം നന്നായിട്ട് തണുത്ത പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഗ്ലാസ് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കോൺഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കാഷ്യൂനട്ട്, റൈസൻസ്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും കുറച്ച് കോൺഫ്ലേക്സും നട്ട്സും റൈസൻസും മുകളിൽ ഇട്ട് കൊടുക്കാം ഗാർണിഷിനായിട്ട്. അപ്പോൾ അത് റിച്ച് ആയിട്ടുള്ളൊരു കോക്ടെയിലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു സമ്മറിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.